ചന്ദ്രശേഖരന്റെ വീടല്ലേ? അതെ. ചന്ദ്രശേഖരനുണ്ടോ? ഉണ്ടല്ലോ. ആരാ? ചന്ദ്രശേഖരന്റെ ഫോൺ കൊടുക്കൂ. ആരെന്ന് ചോദിച്ചാ പറയാൻ വയ്യ. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ. നിലവിളിക്കണ്ട, ദാ വരുന്നു. ഫോൺ. ആരാ? ആരാന്ന് പറഞ്ഞില്ല. ഹലോ, ചന്ദ്രശേഖരനാ? അതെ, പറഞ്ഞോ. ഒരു പ്രശ്നമുണ്ട്. ചന്ദ്രശേഖരനെ എടുത്തിയാടി ബഹളമൊന്നും ഉണ്ടാക്കരുത്. ആരാ സംസാരിക്കുന്നേ? ദാമോദരനാ, ഓട്ടോ ദാമോദരൻ. പ്രശ്നം എന്താന്ന് പറ. ചന്ദ്രശേഖരന്റെ പെങ്ങളില്ലേ ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്ന? താൻ കാര്യം പറ. ആ കുട്ടി ഇപ്പൊ വീട്ടിലുണ്ടോ? ഇല്ലല്ലോ. അവള് ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുക്കാൻ പോയിരിക്കുക. ഇപ്പൊ ആ ക്ലാസ് അല്ല, വേറെ ക്ലാസ് എടുക്കാനാ പോയിക്കുന്നത്. ഇയാള് കാര്യം എന്താന്ന് വെച്ചാ പറയുന്നുണ്ടോ? ചന്ദ്രശേഖര തന്റെ പെങ്ങള് കല്യാണം കഴിച്ചു, രജിസ്റ്റർ മാരേജ്. അതും പാടത്തിനക്കരെയുള്ള ഒരു ക്രിസ്ത്യാനി ചെക്കനുണ്ട്. താനെന്താ ഫോൺ വിളിച്ച് മനുഷ്യനെ ഫൂളാക്കുകയാണോ? ഞാൻ സത്യ പറഞ്ഞു. ആ ചെറുക്കൻ റോബിനില്ലേ, അവനാ കക്ഷി. തന്റെ പെങ്ങളിപ്പോ അവന്റെ വീട്ടിലുണ്ട്. തന്നോട് ഇതാര് പറഞ്ഞു? ഞാൻ അറിഞ്ഞ വിവരം ഫോൺ ചെയ്ത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി തെളിവും സാക്ഷിയൊക്കെ തരാൻ എനിക്ക് നേരമില്ല. താൻ വേണമെങ്കിൽ ടൗണിലേക്ക് ഇറങ്ങി അന്വേഷിക്കും. ഞാൻ വെക്കുവാ. വെക്കില്ലേ ദാമോദര? എന്താ ചന്ദ്രേട്ടാ? അവൾ എപ്പോഴാ പോയത് സുനിത? എന്നും പോണ പോലെ 9 മണിക്ക്. ആ ഓട്ടോക്കാരൻ ദാമോദരനെ വിളിച്ചത്. സുനിത ഏതോ ഒരുത്തനായിട്ട് രജിസ്റ്റർമാരെ നടത്തിയെന്ന്. ആരെങ്കിലും വെറുതെ പറഞ്ഞതായിരിക്കും. ഏയ്, ദാമോദരനെ എനിക്കറിയാം. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. നീ ആ ബൈക്കിന്റെ കീ എടുത്തേ, വേഗം വേണം. ചന്ദ്രേട്ടാ, എടുത്തു ചാടി ഒന്നും ചെയ്യാനോ പറയാനോ പോവല്ലേ. എന്തെങ്കിലും വിവരം കിട്ടിയാ അപ്പോഴേ വിളിച്ച് പറയണേ. ഹലോ, ആരാ? മോളെ പ്രീതാന്റിയാ. അമ്മ അച്ഛനൊക്കെ എവിടെ? അമ്മേ, പ്രീതാന്റിയാ, വേഗം വാ. ആരാ മോളെ? പ്രീതാന്റിയാ, കർണാപള്ളിന്ന്. ഹലോ രത്നമ്മേ, ഒരു അർജന്റ് കാര്യം പറയാനുണ്ട്. അതിനുവേണ്ടി വിളിച്ചതാ. എന്താ പ്രീതച്ചി? നമ്മുടെ സുനിതയില്ലേ, അവൾ ഒരുത്തന്റെ കൂടെ വീട്ടിൽ നിന്ന് ചാടിപ്പോയി. ആരുടെ കൂടെ? ആ പാടത്തിനക്കരെയുള്ളൊരു വായി നോക്കി. സത്യമാണോ പ്രീതേച്ചി? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? എന്നിട്ട് അവൾ അവനെ രജിസ്റ്റർ വിവാഹം കഴിച്ചു. പോരെ? രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു ആരാ പറഞ്ഞേ? ഇവിടെ ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞതാ. അത് ശരിയാണോന്ന് അറിയില്ലല്ലോ. ആരെങ്കിലും വെറുതെ പറഞ്ഞാണെങ്കിലോ? കേട്ടപാടെ ചന്ദ്രേട്ടൻ ബൈക്ക് എടുത്തു പോയി അന്വേഷിച്ചു. ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ശരിയാ രത്നമ്മേ. രജിസ്റ്റർ മാരേജ് ഒക്കെ അങ്ങനെ ആരും അറിയാതെ നടത്താൻ പറ്റുമോ പ്രീതേച്ചി? പൈസ കൊടുത്താ എന്താ നടക്കാത്തെ? ആരും അറിയാതെ മാസങ്ങൾക്ക് മുമ്പേ രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോ ഇനി ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലേ? ചന്ദ്രേട്ടൻ പോലീസിന്റെ അടുത്ത് കേസുമായിട്ട് പോണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുക. കേസിന് പോയാൽ വാർത്തയാകും, എല്ലാവരും അറിയും, ആകെ നാറും. പിന്നെ നമ്മുടെ പെണ്ണിനെ ഏതൊരുത്തിനും ചുമ്മാ അങ്ങ് വിട്ടുകൊടുക്കാനോ? അവൻ തട്ടിക്കൊണ്ടുപോയതൊന്നും അല്ലല്ലോ, അവൾക്ക് മനസ്സായിട്ട് അവനോട് ഇറങ്ങിപ്പോയതല്ലേ. ചന്ദ്രേട്ടൻ അവിടെ ഉണ്ടോ? ചന്ദ്രേട്ടൻ എന്താ പറയുന്നേ? ചന്ദ്രേട്ടൻ ഒരു കാര്യത്തിലും സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലല്ലോ. ചിലര് പറയുന്നു പോലീസിൽ പരാതി കൊടുക്കാൻ, വേറെ ചിലര് പറയുന്നു പരാതി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ലെന്ന്. ചന്ദ്രേട്ടൻ ആരെയൊക്കെ കാണാൻ പോയേക്കുക, പഞ്ചായത്ത് പ്രസിഡന്റിനെയോ വാർഡ് മെമ്പറെയോ. പരക്കം പാഞ്ഞ് നടക്കുക.